കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കണ്ണൂർ ചക്കരക്കല്ലിലെ ബിൽഡിംഗ് മെറ്റീരിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്നത് ഗുരുതര ക്രമക്കേടുകൾ. നിക്ഷേപത്തേക്കാൾ വായ്പ നൽകിയതും ബാങ്കിന്റെ കരുതൽ ധനം ദുരുപയോഗം ചെയ്തതും അടക്കം വ്യാപക ക്രമക്കേടാണ് സൊസൈറ്റിയിൽ നടന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. KPCC അംഗം KC മുഹമ്മദ് ഫൈസൽ പ്രസിഡന്റായ സഹകരണ സൊസൈറ്റിയിൽ നടന്നത് ഗുരുതര ക്രമക്കേടുകളാണെന്നാണ് റിപ്പോർട്ട്. സഹകരണ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓഡിറ്റിംഗിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത്. പലതരത്തിലാണ് വെട്ടിപ്പ് നടന്നിരിക്കുന്നത്. വലിയ നിക്ഷേപം നടത്തിയവർക്ക് റെസിപ്റ്റ് നൽകിയിരുന്നെങ്കിലും രേഖകളിൽ വരവ് വച്ചിരുന്നില്ല. ലക്ഷങ്ങളുടെ ചിട്ടി സൊസൈറ്റി നടത്തിയിരുന്നു. എന്നാൽ ചിട്ടിയിൽ ചേർന്ന ആളുകളുടെ പേരുകൾക്ക് പകരം മരണപ്പെട്ട ആളുകളുടെ പേരാണ് രേഖകളിൽ ഉള്ളത്. മാസത്തിൽ 10,000 രൂപ വെച്ചിട്ടാണ് ചിട്ടി. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് നോക്കുമ്പോൾ ഈ ലെഡ്ജറിൽ എൻ്റെ പേരില്ല. ഞാൻ ഏകദേശം 4 ലക്ഷം രൂപ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെഡ്ജറിലുള്ളത് 1.5 കൊല്ലം മുമ്പ് മരണപ്പെട്ട ഒരാളെ പേരിലുള്ള 40,000 രൂപയാണ്. അപ്പോൾ ഇതിൽ സെക്രട്ടറിക്കും ഇവിടുത്തെ ഭരണസമിതിക്കും പൂർണ്ണമായിട്ട് പങ്കുണ്ട്. ലഭിച്ച നിക്ഷേപങ്ങളെക്കാൾ കൂടുതലാണ് സൊസൈറ്റി നൽകിയിരിക്കുന്ന വായ്പ. സൊസൈറ്റിയുടെ പേരിൽ നിക്ഷേപിച്ചിരുന്ന കരുതൽ ധനം പോലും ദുരുപയോഗം ചെയ്തെന്നും ആരോപണമുണ്ട്. ജില്ലാ ബാങ്കിലുള്ള കരുതൽ ധനം എടുത്തിട്ട് ഇവിടുത്തെ ബാക്കിയുള്ള ജീവനക്കാർ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം ഇവിടുന്ന് പൈസ പിൻവലിച്ചിട്ടുണ്ട്. ഭരണസമിതിയുടെ അറിവോടെയാണ് നിക്ഷേപകരുടെ പണം തിരിമറി നടത്തിയെന്ന ആരോപണവും ശക്തമാണ്. ആസ്തിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ ലോൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തെറ്റ് പറ്റിപ്പോയി കൊടുത്തു പോയി എന്നാണ്. നമ്മൾ ലോൺ കൊടുത്തതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളിട്ട പൈസ നമുക്ക് പെട്ടെന്ന് വേണം. നമ്മൾ ഓരോ ആവശ്യത്തിനുള്ള പൈസയാണ്. അപ്പോൾ എൻ്റെ ഡേറ്റ് പൈസ എനിക്ക് പെട്ടെന്ന് വേണമെന്ന് പറയും. അപ്പോൾ നമുക്ക് ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് കുറേ ആയിട്ടെങ്കിലും കളിക്കും. സെക്രട്ടറി പ്രസിഡന്റും ആരും ഒരുമിച്ച് ഇവിടെ വരുന്നില്ല. ഓഡിറ്റിംഗ് പൂർത്തിയാകുന്നതോടെ മാത്രമേ എത്ര രൂപയുടെ ക്രമക്കേടാണ് സൊസൈറ്റിയിൽ നടന്നതെന്ന് വ്യക്തമാവുകയുള്ളൂ. ജനം, കണ്ണൂർ.